ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് നാടൻ മുട്ടക്കോഴിയുടെ കറി എങ്ങനെ വയ്ക്കണമെന്ന് നോക്കാം. ഇത് നാടൻ മുട്ടക്കോഴിയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും പുരട്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന മുട്ടയുടെ മഞ്ഞളാണ് കേട്ടോ. 3 സവാള കൊത്തി അരിഞ്ഞ് വയ്ക്കണം. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുത്ത് വയ്ക്കുക. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും 5 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, പച്ചമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പട്ട, സ്റ്റാർ, 2 ഏലക്ക, പിന്നെ ബേ ലീവ്സ്, 5 വറ്റൽമുളക്, 5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ഈ മുളകും മല്ലിയും അതുപോലെ തന്നെ ഇറച്ചി മസാല എല്ലാം കൂടെ നമുക്ക് വറുത്തെടുത്ത് നമുക്ക് വയ്ക്കാം. കോഴിക്കറിക്ക് വേണ്ട മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമുക്ക് പേസ്റ്റാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് അടുപ്പിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. ഇനി നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ കോഴിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ മസാല നമുക്ക് ചേർക്കാം. നല്ല മണമാണ് കേട്ടോ ഈ മസാലയ്ക്ക്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർക്കാം. ഒരു 1/2 സ്പൂൺ കൂടെ ഉപ്പിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. വിസിലിടണ്ട, ഇത് വെയിറ്റ് ഇടണ്ട. വെയിറ്റ് ഇട്ടാൽ ഒരുപാട് വെന്ത് പോകും. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചങ്ങ് വരട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ഉപ്പും എരിവും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറക്റ്റായി ഉപ്പും എരിവുമെല്ലാം നല്ല ടേസ്റ്റുണ്ട്. ഇതുപോലെ നിങ്ങളും കറി ഉണ്ടാക്കി നോക്കണം.